പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ബി.ജെ.പിക്ക് സന്ദീപ് വാര്യരുടെ ചലഞ്ച്. കോൺഗ്രസിന്റെ മാതൃക തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുമോ എന്നാണ് സന്ദീപ് വാര്യരുടെ ചോദ്യം. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ CPM-നാണ് ഒരു മുന്നറിയിപ്പ് നൽകിയത്. വലിയൊരു വാർത്ത വരാനുണ്ട്, അതൊരു ഭീഷണിയോ മുന്നറിയിപ്പോ ഒക്കെയായി കണക്കാക്കാമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. എന്താണ് ഇപ്പോൾ സന്ദീപ് വാര്യർ ബി.ജെ.പിയോട് പറയുന്നത്? ആരെ ഉദ്ദേശിച്ചാണ് ഈ FB പോസ്റ്റ്? ഉറപ്പായും അത്തരത്തിൽ സന്ദീപ് വാര്യർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പാലക്കാട്ടെ ശത്രുപാളയത്തിൽ ആരെങ്കിലും ഒക്കെ തന്നെ ആയിരിക്കുമെന്ന ഒരു വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ചില പരാതികൾ BJP-യുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖറിന് നൽകിയിട്ടുണ്ട് ചില ആളുകളെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. പക്ഷേ അതിലൊരു സ്ഥിരീകരണം ഇതുവരെ ആയിട്ടില്ല. അതെന്തിനെക്കുറിച്ചുള്ള പരാതിയാണ്, ആരാണ് ആ പരാതി നൽകിയത്, എത്ര രൂക്ഷമായുള്ള പരാതിയാണ്, അതിൽ രാജീവ് ചന്ദ്രശേഖർ എന്തെങ്കിലും തരത്തിലുള്ള നടപടി എടുത്തോ എന്നതിനെക്കുറിച്ചൊന്നും തന്നെ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടുമില്ല. എന്തായാലും സന്ദീപ് വാര്യർ കൃത്യമായി ചലഞ്ച് ചെയ്യണമെങ്കിൽ, അതൊരു കോർ കമ്മിറ്റി അംഗം എന്ന തരത്തിലൊക്കെ പേരെടുത്ത് ചലഞ്ച് ചെയ്യണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ ആരെങ്കിലും തന്നെയായിരിക്കും, അല്ലെങ്കിൽ പാലക്കാട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം പ്രശാന്ത് ശിവനും C കൃഷ്ണകുമാറും BJP നേതാവ് C കൃഷ്ണകുമാറും രൂക്ഷമായ ഭാഷയിലാണ് സന്ദീപ് വാര്യരെ വിമർശിച്ചത്. കാസർഗോഡ് മുതലുള്ള ചാറ്റുകൾ തങ്ങൾ പുറത്തുവിടും, പല ചാറ്റുകളും കൈവശമുണ്ട് എന്നാണ് സന്ദീപ് വാര്യരെ വെല്ലുവിളിച്ചുകൊണ്ട് C കൃഷ്ണകുമാർ പറഞ്ഞത്. ഒരുപക്ഷെ അതിനുള്ളൊരു മറുപടിയാണോ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: കോൺഗ്രസിന്റെ മാതൃക പിന്തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുമോ എന്ന ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി ചലഞ്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു ചലഞ്ച് സന്ദീപ് വാര്യർ നൽകിയിരിക്കുകയാണ്. എന്തായാലും പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെയാണെങ്കിൽ അതൊരു പക്ഷേ BJP-യിൽ പൊട്ടുന്ന ബോംബായിരിക്കുമോ എന്നാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. അല്ലെങ്കിൽ അത് നനഞ്ഞ പടക്കമാകുമോ എന്നും കാത്തിരുന്നു കാണണം. കാരണം BJP-യുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സന്ദീപ് വാര്യർ ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇടാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന, രാഷ്ട്രീയം പഠിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ മാത്രമേ ബോധ്യപ്പെടാൻ കഴിയുള്ളൂ. വിജയകുമാർ. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.